കെഎസ്ആർടിസി വാഹനങ്ങൾ വഴിയിൽ തടയരുതെന്ന് ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. ജീവനക്കാരെ കയ്യേറ്റം ചെയ്യേണ്ടെന്നും അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം.എൽ.എ. സച്ചിൻ ദേവും കെഎസ്ആർടിസി ഡ്രൈവറുമായി ഉണ്ടായ തർക്കമടക്കം നിലനിൽക്കുകയാണ് ഈ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ വീഡിയോ പകർത്തി CMDക്ക് പരാതി നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. സംസ്ഥാന വ്യാപകമായി KSRTC ബസ്സുകൾ നിരത്തിൽ തടയുന്നതിലും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. KSRTC ബസ് വഴിയിൽ തടയേണ്ട കാര്യമില്ലെന്നും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു. അത്തരം സംഭവങ്ങളിൽ വീഡിയോ പകർത്തി CMDക്ക് പരാതി നൽകണമെന്നാണ് മന്ത്രി പറയുന്നത്. ജീവനക്കാർ പൊതുനിരത്തിൽ മോശമായി പെരുമാറിയാലും വീഡിയോ പകർത്തി CMDക്ക് അയക്കാമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ വണ്ടിക്ക് സൈഡ് തന്നില്ല, അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി, അതിൻ്റെ പേരിൽ KSRTC ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത്. നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക. ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോട് കൂടി വീഡിയോ പകർത്തുക. നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തോളൂ. ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ KSRTC CMDയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഇതിൽ കാണിക്കും. ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും. ജീവനക്കാർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മിനിസ്റ്ററെ കേൾക്കാമെന്ന പ്രത്യേക പരിപാടിയിലാണ് മന്ത്രി പ്രതികരിച്ചത്. കുറ്റക്കാർ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. വാഹനങ്ങൾ വഴിയിൽ തടയുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും മന്ത്രി പറയുന്നു. വാഹനങ്ങൾ തടഞ്ഞിട്ടാൽ അത് വലിയ പ്രശ്നങ്ങൾ. വാഹനം തടഞ്ഞിട്ടാൽ അവരവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. തടഞ്ഞിട്ടാൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും അവർ ടിക്കറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്താൽ ആ തുക തടഞ്ഞിട്ടാൽ കൊടുക്കുകയും. പാലക്കാട് കഴിഞ്ഞ ദിവസം KSRTC ഡ്രൈവറെ മർദ്ദിച്ച പശ്ചാത്തലത്തിലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും പാളയത്ത് KSRTC ബസ് തടഞ്ഞ സംഭവത്തിലുമാണ് നിർണായകമായ തീരുമാനം KSRTC എടുത്തത്. CMDയുടെ വാട്സാപ്പിലെത്തുന്ന പരാതികൾ നേരിട്ട് പരിശോധിച്ചായിരിക്കും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുക. ജനം, തിരുവനന്തപുരം.